മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോയും അനന്തും എല്ലാം മഞ്ജുവിനോട് പറയണം, മഞ്ജു ഞങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ജു പറയണം, നിങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരണ്ട, കാരണം എനിക്ക് അതിലേറെ അനുഭവമുണ്ട്, ആ അനുഭവം മാത്രം എനിക്ക് കോടതിയിൽ പറഞ്ഞാൽ മതിയല്ലോ, പിന്നെന്താണ്, നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്, വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറയാമെന്നിങ്ങനെ മഞ്ജു പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജുവിനെ ചേംബറിലേക്ക് വിളിക്കുകയാണ്. അതേസമയം ചോദിക്കുകയാണ്, മഞ്ജുവിനോട് അഡ്വക്കേറ്റ് ചോദിക്കുകയാണ്, മഞ്ജു ചെയ്തത് തെറ്റല്ലേ, ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ വേറൊരാളുടെ കൂടെ പോയി ഭാര്യയായി വിവാഹം കഴിച്ച് ജീവിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, തെറ്റാണ്, പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ ചെറുപ്പം മുതലേ എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ മേഘേട്ടനെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നതാണ്. ആ ആളെ എന്നെ കല്യാണം കഴിച്ച് എന്നെ ചതിക്കുകയായിരുന്നു. ആദ്യ രാത്രിയിൽ തന്നെ ഫോൺ വന്നിരുന്നു. ആ ഫോൺ വിളിച്ചത് മാനസ എന്ന കുട്ടിയാണ്. അതെനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ഒരു പെണ്ണുങ്ങളല്ല, ഒരുപാട് പെണ്ണുങ്ങൾ മേഘേട്ടനുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ ആ ഫോൺ പരിശോധിച്ച് ഓരോരുത്തരെയായിട്ടും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും എനിക്കറിയാം. പിന്നെ എന്നെ ഒരുപാട് ചതിക്കുകയാണ്. ഈ മാനസ എന്ന പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുമുണ്ട്. അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് എന്നെ കല്യാണം കഴിച്ചത്. എന്നെ കല്യാണം കഴിച്ചത് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, കാരണം എൻ്റെ കണ്ണേട്ടൻ്റെ ഒരുപാട് സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കളും കൊണ്ട് ജീവിക്കാം, എന്നിട്ട് അതിലൊരു പങ്ക് മാനസികം കൊടുത്തിട്ട് മാനസയുടെ കൂടെ ഞാൻ അറിയാതെ ജീവിക്കാം എന്നാണ്. അതുകൊണ്ട് ഇനിയും ഞാൻ മേഘൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ ജീവിതം അത്ര സുഖകരമല്ല. പിന്നെ ഞാൻ ഇത്ര വരെയും അവിടെ സമാധാനവും സന്തോഷവും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ കൊല്ലാനും കൂടി മടിക്കില്ല. എന്നെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അത് കാരണമാണ് ഞാൻ സാഗറിൻ്റെ കൂടെ ജീവിച്ചത്. എനിക്കിപ്പോൾ സമാധാനവും സന്തോഷവും ഉണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മേഘൻ അങ്ങനെ ദേഷ്യം വരികയാണ്. ഇവളിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മേഘൻ അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. പിന്നീട് മേഘനെ വിളിക്കുകയാണ്. മേഘനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ മഞ്ജു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല സാറേ, അല്ല, അവളെ ആരൊക്കെയോ ബ്രെയിൻ വാഷ് ചെയ്തതാണ്. എൻ്റെ കൂട്ടുകാരനാണ്, അവൻ ചതിച്ചതാണ് എന്നെ. കാരണം ഈ മാർക്കോയാണ് എല്ലാ കാര്യങ്ങളും ഇവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്, എന്നോടുള്ള ദേഷ്യം കാരണമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അനന്ത് പറയുന്നുണ്ട്, ഈ ഇരിക്കുന്ന കുഞ്ഞിനെ ഈ പെണ്ണിനെ നിനക്ക് അറിയുമോ ചോദിക്കുകയാണ്. ഇല്ല, അവളെ എനിക്കറിയാം, പക്ഷേ വേറെ ഒരു കാര്യവും എനിക്കറിയില്ല, കാണും പരിചയപ്പെടും അത്ര തന്നെ ഉള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിൽ കൂടുതൽ നിനക്ക് ഒരു പരിചയമില്ലേ എന്നിങ്ങനെ ചോദിക്കണം. ഇല്ല, എനിക്കൊരു പരിചയമില്ല എന്നിങ്ങനെ പറയണം. പിന്നീട് അതിനുശേഷം മാനസയെ വിളിക്കുകയാണ് കേട്ടോ. മാനസയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇവൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. സാറേ, ലിവിങ് ടുഗദറായിട്ട് ഇരുന്നതാണ്. എനിക്കൊരു കുഞ്ഞുണ്ടാകുന്ന വരെയും ഇവന് വേറൊരു മുറപ്പെണ്ണുണ്ട് എന്നോ കല്യാണം കഴിക്കുന്ന കാര്യമോ എന്നോട് പറഞ്ഞിരുന്നില്ല. എന്നെ കല്യാണം കഴിക്കാതെ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നിരുന്നത്. പക്ഷേ എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സ്വഭാവം അങ്ങനെ മാറി. എന്നിട്ടാണ് ഈ മറപ്പെണ്ണുണ്ട് എന്ന് പറഞ്ഞതും കല്യാണത്തിന് ഞാൻ ഒരു തടസ്സവും നിന്നില്ല. പക്ഷേ എന്നെ പലപ്പോഴായി ഭീഷണിപ്പെടുത്തി എന്നെ കൊല്ലാനും എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ ഈ അപ്പു ഇയാളുടെ ചോരയിൽ പറന്ന കുഞ്ഞാണ്. അതിന് 100 വട്ടം സത്യമാണ്. ഞാൻ എവിടെ വേണമെങ്കിലും പോവാം, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മേഘനാഥൻ പറയണേ, ഇല്ല, എല്ലാം നുണയാണ് പറയുന്നത്, ഇവളെ എനിക്കറിയാം, അല്ലാതെ ഇവളെ ആയിട്ട് ഞാനൊരു ബന്ധമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. വീണ്ടും മേഘനാഥൻ വരികയാണ്. മേഘനാഥൻ വന്നിട്ട് ചോദിക്കുകയാണ്, അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ കോടതിയിൽ നിന്ന് കൂട്ടിൽ നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ഒരു തരത്തിലും അറിയില്ല, എന്നെ ഇവരെല്ലാവരും കൂടി ചതിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അനന്ത് വന്ന് പറയുന്നുണ്ട്, ഏതായാലും കോടതിക്ക് തെളിവുകളാണ് വേണ്ടത്, ആ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ ഒരു പെങ്കൊച്ച് എങ്ങനെ സെയിൽസ് ഗേൾസും ഒക്കെ ആയിട്ട് ജോലിക്ക് പോവുകയാണ്. അങ്ങനെയാണ് ആ കൊച്ച് ജീവിക്കുന്നത്. ഇവൻ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുത്തിട്ട്, മഞ്ജുവിൻ്റെ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുത്തിട്ട് ഇവനൊരു അച്ഛനുണ്ട്. ആ അച്ഛനാണ് ഇവനെ ഇത്രയും ആക്കിയത്. കാരണം ഇവന് ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട്. കണ്ണനെ ചതിച്ചിട്ടാണ് ആ സ്വത്തുക്കൾ അച്ഛനും മകനും കൂടിയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്വത്തുക്കളെല്ലാം അപ്പു എന്ന കുട്ടിയുടെ പേരിൽ എഴുതി കൊടുക്കണം എന്നിങ്ങനെ പറയണം. പിന്നെ കോടതിക്ക് തെളിവല്ലേ വേണ്ടത്, ആ തെളിവേ എൻ്റെ കയ്യിലുണ്ട്, ഇതാ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ആനന്ദും ആ ഫോട്ടോ കാണിച്ചു കൊടുക്കണം കേട്ടോ. അതേസമയം മേഘം പല വഴിക്ക് പോയതും മാനസയുടെ കഴുത്ത് കുത്തിപ്പിടിച്ചതും അങ്ങനെ മഞ്ജുവിൻ്റെ അടുത്തും ഫോട്ടോ ഉണ്ടല്ലോ, സാഗർ അയച്ചു കൊടുത്ത ഫോട്ടോ, അതെല്ലാം കോടതി കണ്ട് ബോധ്യപ്പെടുകയാണ് കേട്ടോ. എന്ത് ചെയ്യണം അറിയാതെ മേഘനാഥനാകെ തല താഴ്ത്തി പോവുകയാണ് കേട്ടോ. ഞാൻ എന്തായാലും പുറത്ത് വരുമല്ലോ, ഞാൻ പുറത്ത് വന്നിട്ട് ഇതിനെല്ലാം നിങ്ങളോട് ഓരോരുത്തരോടായിട്ട് കണക്ക് ചോദിക്കും എന്നിങ്ങനെ മേഘനാഥൻ പറയുകയാണ് കേട്ടോ. അതേസമയം അനന്ത് പറയുന്നുണ്ട്, അതേസമയം മേഘനാഥനും എല്ലാവരും കണ്ണൻ്റെ പേര് വിളിച്ചഴിക്കുകയാണ് കേട്ടോ. മനഃപൂർവ്വം തന്നെ അനന്ത് പറയുന്നുണ്ട് കോടതിയിൽ, ഇവനെ ആ കുഞ്ഞിനെയും ആ പെണ്ണിനെയും മാനസ എന്ന ആ പെൺകുട്ടിയെയും എന്തായാലും കോടതി ഒരു തീരുമാനം എടുക്കണം. കാരണം ഇനി ഇവൻ ഇതേപോലെ തന്നെ പല പെണ്ണുങ്ങളെയും ചതിക്കും
എല്ലാം ചെയ്തിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. അത് കാരണം നമ്മുടെ മുമ്പിലുള്ള ഈ മാനസികം കുഞ്ഞിനും ഇവൻ എന്തായാലും ഇവൻ്റെ സ്വത്തിൽ നിന്നും പകുതി ഭാഗം കൊടുത്തിരിക്കണം. അവർക്ക് ജീവിക്കാൻ വേണം. അതേപോലെ തന്നെ മഞ്ജുവിനെയും സാഗറിനെയും ഒരു കാരണവശാലും ഇവനെ ഉപദ്രവിക്കാൻ പാടില്ല. അതേപോലെ മാനസികം കുഞ്ഞിനെയും ഇവൻ നാളെ ഇല്ലാതാക്കും. അതിന് വേണ്ട അത് കോടതി തീരുമാനിക്കണം എന്ന് അനന്തും ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ കോടതി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ട് മേഘനാഥൻ്റെ കംപ്ലീറ്റ് സ്വത്തിലെ പകുതി ഭാഗം മാനസികം കുഞ്ഞിനും കൊടുക്കുകയാണ്.